അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H-1B വിസയുടെ അപേക്ഷാ ഫീസ് $1,00,000 കുത്തനെ ഉയർത്തിയ തീരുമാനം ആഗോള തൊഴിൽ വിപണിയും സാങ്കേതിക മേഖലയും ഒരുപോലെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന മുദ്രാവാക്യം ഉയർത്തി ഇന്ത്യൻ IT കമ്പനികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ നയം പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യക്ക് തിരിച്ചടിയാവില്ലെന്ന് മാത്രമല്ല, ട്രംപിന്റെ നയങ്ങൾ സ്വന്തം രാജ്യത്തിന് തന്നെ ദോഷകരമാകുമോ എന്ന ചോദ്യം വ്യാപകമായി ഉയർത്തുകയും ചെയ്തു. ഈ തീരുമാനം ഒരു വെറും നയപരമായ മാറ്റത്തിനപ്പുറം ആഗോള സാമ്പത്തിക കുടിയേറ്റ നയങ്ങളിലെ ഒരു വലിയ വഴിത്തിരിവാണ്. വർഷങ്ങളായി കുറഞ്ഞ വേതനത്തിൽ ഇന്ത്യൻ പ്രൊഫഷണലുകളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു എന്ന ആരോപണം ഇന്ത്യൻ IT ഭീമന്മാരായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ കമ്പനികൾക്കെതിരെ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ H-1B വിസ അപേക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കുന്നത് ഈ കമ്പനികളുടെ ബിസിനസ് മോഡലിന് കനത്ത പ്രഹരമേൽപ്പിക്കുമെന്ന് ട്രംപ് ഭരണകൂടം കരുതി. ഉയർന്ന ഫീസ് കാരണം ഇന്ത്യൻ കമ്പനികൾക്ക് വിദേശ പ്രൊഫഷണലുകളെ നിയമിക്കുന്നത് ലാഭകരമല്ലാതാക്കുമെന്നും അതുവഴി അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു. എന്നാൽ സമീപകാലത്തെ കണക്കുകൾ ഈ ധാരണ തിരുത്തുന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ, അതായത് 2020 മുതൽ 2025 വരെ ഏറ്റവും കൂടുതൽ H-1B വിസകൾ നേടിയ കമ്പനികൾ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, മെറ്റ തുടങ്ങിയ അമേരിക്കൻ ടെക് ഭീമന്മാരായിരുന്നു. ഈ കമ്പനികൾക്ക് അവരുടെ വികസനത്തിനും ഗവേഷണത്തിനും ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫീസ് വർധനവിന്റെ ഭാരം ഏറ്റവും അധികം വരുന്നത് ഈ അമേരിക്കൻ കമ്പനികൾക്കാണ്. ഇത് ട്രംപിന്റെ നയത്തിന് ഒരു അപ്രതീക്ഷിത തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വന്തം രാജ്യത്തെ കമ്പനികളെ തന്നെയാണ് ട്രംപിന്റെ ഈ നയം പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത്. ട്രംപിന്റെ ഈ പുതിയ നയത്തിന് ചില പ്രധാന വശങ്ങളുമുണ്ട്. H-1B വിസയുടെ അപേക്ഷാ ഫീസ് $1,00,000 ആക്കി ഉയർത്തിയത് ചെറുകിട ഇടത്തരം കമ്പനികൾക്ക് വിദേശ പ്രതിഭകളെ നിയമിക്കുന്നത് അസാധ്യമാക്കും. ഈ ഫീസ് പുതിയ വിസ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാകൂ. നിലവിൽ H-1B വിസ കൈവശമുള്ളവർക്ക് ഇത് ബാധകമല്ല.